ചേച്ചി ഗൾഫിൽ പോയിട്ട് എന്ന് വരും അത് തീരുമാനിച്ചിട്ടില്ല. അവർ 20 ദിവസമാണ് ചോദിച്ചത്. ഒരു ഹോട്ടലിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഇവളാര് പലകൃതി പോകാത്ത ഇവളാണ് ചർച്ച ചെയ്യാൻ പോണേ. കേരളയുടെ ഭാര്യയോട് നമ്മുടെ സീരിയൽ അമ്മാവി നടി ഒരു ചോദ്യം ചോദിച്ചു ആ പ്രോഗ്രാമിൽ. നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേടി അവൻ എൻ്റെ അടുത്ത് വന്നത് എന്ന് ഒരു മടിയുമില്ലാതെ ക്യാമറയുടെ മുന്നിലിരുന്ന് ചോദിച്ചു ആ പാവം പെണ്ണിനോട്. നാടകങ്ങൾ ചിരിക്കും പോലെ ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്, അഹങ്കാരത്തോടെ. എടി നിനക്ക് കഴിവില്ല, അത് ജീവിതത്തിലാണോ കിടപ്പറയിലാണോ എന്ന് എനിക്കറിയില്ല, എനിക്കത് ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലേടി നിൻ്റെ കിഴങ്ങൻ ഭർത്താവ് എൻ്റെ കൂടെ വന്നേ, നീ അല്ലേടി അപ്പോൾ പരാജയപ്പെട്ടു. നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ ശാന്തിവിള ദിനേശേട്ടൻ്റെ വീഡിയോയുടെ റിയാക്ഷനാണ്. അപ്പം അതിനകത്ത് നമ്മുടെ യൂട്യൂബർമാരെയും മെയിൻ സ്ട്രീമിലും സോഷ്യൽ മീഡിയയിലും നിൽക്കുന്ന രണ്ട് തൽപര കക്ഷികളെയും കുറേ യൂട്യൂബർമാരെയും എടുത്തങ്ങ് ഉടുക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്ന 1-2 വ്യക്തികളെ കുറിച്ചാണ് പുള്ളി വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി നമ്മൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അവസാനം വരെ കാണുക. കൂടാതെ നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഹൈപ്പും. വെട്ടുകിളികളെ പോലെ നടിമാരുടെ പിന്നാലെ നടക്കുന്ന യൂട്യൂബർമാർ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ നാറികളെന്നാണ് പറയാൻ. ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കാറുണ്ട്. ഇപ്പം ഞാനും മുഴുവൻ സമയ യൂട്യൂബറാണല്ലോ, ആ കാറ്റഗറിയിലാണല്ലോ എന്നെ അറിയുന്നത് എന്ന് അതാലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ നാണം തോന്നാറുണ്ട്. യുവമാർ കാണിക്കുന്ന വങ്കത്തരങ്ങളും പൊങ്ങച്ചങ്ങളും അലവലാത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാനും അതിലാണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ സ്വയം സമാധാനിക്കും. ഞാൻ ഒരുത്തിയുടെയും പിന്നാലെ ഒരു ഫോണും പിടിച്ച് ചായ കുടിച്ച ചേച്ചി, സാരി മാറ്റിയ ചേച്ചി, മറ്റവനെ നല്ല 4 തെറി പറ ചേച്ചി എന്നൊന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഞാൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വെട്ടുക്കിളികൾ. ഇപ്പോൾ ഈ വെട്ടുകിളികളെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, സത് സ്വഭാവത്തിൻ്റെ മൂർത്തരൂപമായ മലയാള സിനിമയിലെ ഒരു സീരിയൽ അമ്മാവി നടി മുഖ്യമന്ത്രിക്ക് വീഡിയോയിലൂടെ പരാതി കൊടുത്തിരിക്കുന്നു. അങ്ങനെയും കൊടുക്കാമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തെല്ലാം നമ്പറുകളെന്ന് ആലോചിച്ച് നോക്കും. മേക്കപ്പൊക്കെ അഴിച്ചു മാറ്റി തേങ്ങി കരഞ്ഞുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. 30-40 യൂട്യൂബർമാർ എൻ്റെ പുറകെ നടന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് അവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഞാനും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു. അങ്ങെങ്കിലും എന്നോടൊപ്പം നിൽക്കൂ. അത് കേൾക്കേണ്ട അവസ്ഥ ചിലപ്പോൾ മുഖ്യമന്ത്രി ചാടി ഇറങ്ങും. ആരവിടെ, എൻ്റെ കൊച്ചിനെ കരയിച്ചതാര്, അവളൊരു പെണ്ണല്ലേ, അവളെ കരയിക്കാമോ, പിടിയാവനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുമായിരിക്കും. പക്ഷേ അങ്ങനെ അറിയില്ലല്ലോ ഈ കരഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന സ്ത്രീയുടെ ഗുണവധികാരം. ഫസ്റ്റ് കക്ഷിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഈ വെട്ടുക്കിളികൾ. എയർപോർട്ടിലൊരു ബാഗ് തൂക്കി നിൽക്കുന്ന മലയാളത്തിലെ ഐശ്വര്യ റായ് ചേച്ചി ഗൾഫിൽ പോയിട്ട് എന്ന് വരും അത് തീരുമാനിച്ചിട്ടില്ല. അവർ 20 ദിവസമാണ് ചോദിച്ചത്. ഒരു ഹോട്ടലിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഇവളാര് പലകൃതി പോകാത്ത ഇവളാണ് ചർച്ച ചെയ്യാൻ പോണേ. കേട്ടാൽ തോന്നി MBA കാര്യമാണെന്ന്, മാർക്കറ്റിംഗ് HR ഒക്കെ എടുത്തൊരു MBA കാര്യമാണ് ഈ പോണേന്ന് തോന്നും. ഞാനൊരു 10 ദിവസം അനുവദിക്കും, കാരണം ഞാൻ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഏറിയാൽ 15 ദിവസം. 15 ദിവസത്തെ ബുക്കിംഗേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ബാക്കി 5 ദിവസം കൂടെ ഏവനെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ ഞാൻ 20 ദിവസം കഴിഞ്ഞ് വരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പറയണ കേട്ടാൽ അംബാനിയുടെ അദാനിയുടെയൊക്കെ എന്താ പറയുക, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതുപോലെ ഗൾഫിൽ ചെന്ന് മലയാളികൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഹോട്ടൽ തുടങ്ങേണ്ടത് എങ്ങനെ, ഹോട്ടൽ വിജയിപ്പിക്കേണ്ടത് എങ്ങനെ, ബാറിൽ ഡാൻസ് കളിപ്പിക്കേണ്ടത് എങ്ങനെ, ഓരോരുത്തരുടെ വിറ്റെടുക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ ചർച്ചയ്ക്ക് പോകണമെന്ന് തോന്നുന്നു പറയണ കേട്ടോ. ഒരു പുല്ലുമല്ല, ശരീരം വിൽക്കാൻ പോകുന്നതാണ്. അതിൻ്റെ പുറകെ ഈ വെട്ടുകിളികൾ എങ്ങനെ അറിയുന്നു എന്നാണ് ഞാൻ. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ ചെന്ന് ഒരു കുത്തിയിരിക്കുമായിരിക്കും രാവിലെ മുതൽ. ആരെങ്കിലും ഒരു ഇര വന്ന് ചാടും, വന്നിറങ്ങുകയോ വന്ന് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരുത്തിയെ പിടിക്കാതെ പറഞ്ഞായിരിക്കും പോയിരിക്കുന്നത്. എന്നാലും കഷ്ടമാണ് കേട്ടോ ഈ പയ്യന്മാരുടെ കാര്യം. അവിടെ പോയി കുത്തിയിരിക്കണ്ടേ എയർപോർട്ടിൽ. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇവരെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. ഇവരെങ്ങനെയൊക്കെ അറിയുന്നുണ്ട്, അതാണ് പ്രശ്നം. ഈ വെട്ടുകിളികളെ നിലയ്ക്ക് നിർത്തി എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഒരു അമ്മാവി നടി മുഖ്യമന്ത്രിക്ക് കണ്ണീരിൽ കുതിർന്ന പരാതിയായി വീഡിയോയായി പരസ്യമായി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം സൈബർ സെല്ലിന് കൈമാറി വന്നിരിക്കേണ്ട, വേറെ പണിയില്ലെന്ന് വിചാരിച്ചാൽ നല്ലത് അദ്ദേഹത്തിന്. സ്ത്രീ ശാക്തീകരണം എന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ പരാതി കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് സൈബർ ഇങ്ങനെ വിളിച്ചിട്ട് 900 സൈബർ കുറ്റങ്ങൾ ചെയ്യുന്ന വെട്ടുകിളികളെ പൊക്കാൻ ഓർഡർ ഇടുകയോ ഈ അമ്മായിയെ പിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്നൊക്കെയാണ് എൻ്റെ ആശങ്ക. അത് ചെയ്തോളേ, അതാണ് പ്രശ്നം. കാരണം അദ്ദേഹം സ്ത്രീ ശാക്തീകരണമാണല്ലോ പ്രധാന മുദ്രാവാക്യം. ജനപിന്തുണ കൂടാൻ ഈ അമ്മായി നടി പറഞ്ഞ പരാതിയിൽ കയറി പിടിക്കണം എന്നെങ്ങാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബുദ്ധി ഉദിക്കുമോ അല്ലെങ്കിൽ തോന്നിക്കളയുമോ എന്ന പേടി സത്യമായും എനിക്കുണ്ട്. അമൃത TV-യിൽ വിധുബാല അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡ് ഈ അമ്മാവി നടിയുടെ എപ്പിസോഡായിരുന്നു. അത് യൂട്യൂബിൽ വലിയ ഹിറ്റായതാണ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സീരിയൽ നടിയും ഈ ഒരു ഭാര്യയും ഒരു കൊച്ചുവെള്ളം, എൻ്റെ നാട്ടിലാണ്, പാപ്പനംകോട്ടുകാരനാണ് ഈ കിഴങ്ങൻ.
പുതിയ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും കുട്ടിയും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ നടിയുടെ പ്രകടനമായിരുന്നു ആ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. മര്യാദയ്ക്ക് ഒരു കുഞ്ഞും ഭാര്യയുമായി ജീവിച്ച അഭിലാഷ് എന്ന മാരപ്പൊട്ടനെ കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അയാളുടെ ഭാര്യയോട് നമ്മുടെ സീരിയൽ അമ്മാവി നടി ഒരു ചോദ്യം ചോദിച്ചു ആ പ്രോഗ്രാമിൽ. നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേടി അവൻ എൻ്റെ അടുത്ത് വന്നത് എന്ന് ഒരു മടിയുമില്ലാതെ ക്യാമറയുടെ മുന്നിലിരുന്ന് ചോദിച്ചു ആ പാവം പെണ്ണിനോട്. താടകകൾ ചിരിക്കും പോലെ ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്, അഹങ്കാരത്തോടെ. എടി നിനക്ക് കഴിവില്ല, അത് ജീവിതത്തിലാണോ കിടപ്പറയിലാണോ എന്ന് എനിക്കറിയില്ല, എനിക്കത് ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട്, അതുകൊണ്ടല്ലേടി നിൻ്റെ കിഴങ്ങൻ ഭർത്താവ് എൻ്റെ കൂടെ വന്നേ, നീ അല്ലേടി അപ്പോൾ പരാജയപ്പെട്ട് മറ്റവളെ മറിച്ചോളെ എന്ന് പറഞ്ഞു കുറേ അങ്ങ് പറഞ്ഞു. അത് കേട്ട നാട്ടിൻപുറത്തുകാരിയായ ആ പെൺകുട്ടി ക്യാമറ ഇരിക്കുന്നു എന്ന് ഓർക്കാതെ പൊട്ടി കരഞ്ഞു. അവതാരകയായ വിധുബാല ഒന്നും പറയാനാകാതെ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു പോയി. മന്ദബുദ്ധികൾ പറയും പോലെ ഞാൻ ഇവളോട് പോകും എന്ന് പറഞ്ഞ് അയാൾ ഈ നടിയുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് യവനെയും ചവിട്ടി പുറത്താക്കി അടുത്ത ഇരയെ സംഘടിപ്പിച്ചു. പറയാൻ വിട്ടു, യവനെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഈ അമ്മാവി നടിക്ക് അവൻ ഒരു കുട്ടിയെ കൊടുത്തു, ഗർഭിണിയാക്കി. അത്രയും അവൻ ചെയ്തു. ഇതിന് പിന്നാലെ 3 പേരെയോ മറ്റോ പൊറുതിക്കായി കൂട്ടിക്കഴിഞ്ഞു ഈ അമ്മായി. ഈ മുഖ്യമന്ത്രിക്ക് കരഞ്ഞുകൊണ്ട് കണകണാന്ന് പറയുന്ന ഈ അമ്മായി അതിനിടയിലും വേറെയും 3 പേരെ കൂടെ കെട്ടി. ഇപ്പം മറ്റൊരു മരപ്പൊട്ടം വന്ന് വീണിട്ടുണ്ട് കെട്ടാനായിട്ട്. അതിൻ്റെ വർണ്ണാഭമായ സ്വപ്നം കാണുകയാണ് അത്രേ ഈ നവവധു, ഏത് ഈ അമ്മായി കിളവി. അടുത്ത് കെട്ടാൻ പോണതിൻ്റെ. എന്നിട്ട് ആ ക്യാമറ എന്നിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും കെട്ടുന്നെങ്കിൽ നിങ്ങൾക്കെന്താ, ഞാനല്ലേ കെട്ടുന്നത്. എടാ ഓരോ കുടുംബത്തിനെയും തകർത്തിട്ടാണ് ഈ അലവലാതി കെട്ടുന്നത്, മനസ്സിലായ? ആ ബോധം അവക്കില്ല. അവൾ പറയാം, ഞാൻ എത്ര കെട്ടിയാൽ നിങ്ങൾക്കെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഇങ്ങനെയാണ് ചോദിക്കണേ. ഇത് കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് തോന്നുമെന്തോ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. മാറി അര ഡസൻ പേരെ ഡാഡിയെന്നോ അപ്പനെന്നോ അച്ഛനെന്നോ അല്ലെങ്കിൽ അങ്കിളെന്നോ വിളിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ആ മോനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ അമ്മ കെട്ടിയോനെ മാറ്റും അല്ലെങ്കിൽ കളയും. എന്നിട്ട് ഫ്രഷായിട്ട് അടുത്ത ഒരുത്തനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വേദന, നിൻ്റെ തള്ള പിന്നെയും കെട്ടിയോടാ എന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരിഹാസ്യം, ഇതൊന്നും ഈ പരട്ട തള്ളച്ചി ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇങ്ങനെ ചുരിദാർ ഉരുന്ന ലാഘവത്തിൽ കൂടെ വന്നൊട്ടുന്നവന്മാരെയൊക്കെ കെട്ടാതെ ഉപേക്ഷിക്കുമായിരുന്നു. ഔദ്യോഗികമായി 6 എണ്ണവുമായി പൊറുതി നടത്തി പിരിച്ചുവിടുകയോ അവന്മാർ ഓടി തള്ളുകയോ ചെയ്യുമ്പോഴേക്കും 7-ാമൻ വന്ന് ചാരി കിടക്കുകയാണ് ഹണിമൂൺ തുടങ്ങാനായിട്ട്. ഈ നാട്ടിൽ അത്രയ്ക്കും സ്ത്രീക്ഷാമമുണ്ടോ? ഒരു തരി പൊന്നിട്ട് 1 സെൻറ്റ് വസ്തു കൊടുത്ത് കെട്ടിച്ചുവിടാൻ ത്രാണിയില്ലാതെ വീടിനുള്ളിലെ കൗമാരവും യൗവനവും ഒക്കെ തളച്ചിട്ട് അകാല വാർദ്ധക്യം ബാധിച്ച് വേദനിച്ച് ജീവിതം മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന എത്രയോ സഹോദരിമാരുള്ള നാടാണ് കേരളം. അവിടെയാണ് ജനിച്ചു വളർന്ന സിനിമാ നഗരത്തിൽ നിന്നും തലസ്ഥാന നഗരിയിൽ വന്ന് തമ്പടിച്ച് പാഞ്ചാലിയെ നാണിപ്പിക്കുന്ന വിധം 1/2 ഡസൻ സംബന്ധം കൂടിക്കഴിഞ്ഞത്. 6 എണ്ണം കഴിഞ്ഞു. അമൃത ചാനലിൽ കൂടെ വന്നിരുന്ന് കുട്ടിയെ കൊടുത്തവനെയും ഒരു നാൾ പുറത്താക്കി. അയാൾ ചെയ്ത തെറ്റിനൊക്കെ സമസ്ത അപരാധം പറഞ്ഞ് തിരികെ ആദ്യ ഭാര്യയുടെ അടുത്ത് ചേക്കേറി. നാണം ഉണ്ടോ എന്ന് ആലോചിക്ക്. ആ കുട്ടിക്ക് ഒക്കെ സന്തോഷമായി കാണും, ആ താടയെ കളഞ്ഞിട്ട് എന്നോട് വന്നല്ലോ എന്ന്. ഇനി ചേട്ടൻ തെറ്റ് തിരുത്തി എന്നെ പൂർണ്ണമായും എൻ്റെ ചേട്ടനായി ജീവിക്കുന്നൊക്കെ പാവം ആ കുട്ടി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ട് വിചാരിക്കും. ആ കുഞ്ഞിനും വലിയ സന്തോഷമായി കാണും. അച്ഛ എന്ന് വിളിക്കാനുള്ള ഒരുത്തനെ കിട്ടിയല്ലോ. പക്ഷേ ഇവൻ കാണിച്ചത് ചില്ലറയാണോ ആലോചിക്ക്. ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇവളെ സപ്പോർട്ട് കണ്ടുകൊണ്ട്, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കഴിവുള്ള ഞാൻ പലതും പഠിപ്പിച്ചു കൊടുത്തത് നിൻ്റെ നായർക്ക്, അതുകൊണ്ട് അവൻ എന്നോട് കിടക്കൂടി നിൻ്റെ കഴിവ് കേട്ടിട്ട് നീ എന്നെ എന്തിനടി പറഞ്ഞവളെ പറയണമെന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചവളുടെ കൂടെ അവൻ സാരി പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകണമെന്നാണ് ഞാൻ ഈ അമ്മായിയുടെ പോകും എന്ന് പറഞ്ഞ് പോയത്. പക്ഷേ അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, കേരളത്തിൽ ഹൈലൈറ്റ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരവും ഒരു മെയിൻ സ്ട്രീം താരത്തെയും കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആളുടെ പേരോ വിവരങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെങ്കിൽ എടുത്തോ. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് കരുതി അങ്ങനെ കൊണ്ടുവന്നതാണ്. എന്തായാലും കുറേ ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ട്. അപ്പോൾ എന്തായാലും അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ഇനി വേറൊരു വീഡിയോ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട്, സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്